സുനിഷ, ഗുഡ് മോർണിംഗ്. ഒരു കാര്യം കൂടി ചോദിക്കാൻ മറന്നുപോയി. ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി? അരുൺ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി 3-4 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും, ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ തന്നെ ഒരു ഉത്സവമായ രീതിയാണ്, ഉത്സവ നഗരി എന്നുള്ള രീതിയിലേക്ക് പറയാൻ കഴിയും. കാരണം ഓരോ സ്ഥലത്തും ഇങ്ങനെ ഈ ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ തിരുവനന്തപുരം നഗരത്തിൽ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ മൺകലങ്ങളൊക്കെ വെച്ചിട്ട് കാണാം, കൂടുതൽ ആളുകൾ ഇത് വാങ്ങാനായി എത്തുന്നത് കാണാം. ഇനി ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തിയാലും കൃത്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ്. സർക്കാർ തലത്തിൽ ഒരുക്കേണ്ട എല്ലാ സംവിധാനങ്ങളും ഓരോ വകുപ്പും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ സജ്ജമായിട്ടുണ്ട്. ഓരോ കൺട്രോൾ റൂമുകൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഫയർഫോഴ്സിൻ്റെ സേവനങ്ങൾ പ്രധാനമായും തീ കൊണ്ട് ഉള്ളതായതുകൊണ്ട് തന്നെ ചൂട് കാലമാണ്, തീയാണ്. അപ്പോൾ തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ ഒരു 500-1000-ലധികം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സേവനം അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പല കേന്ദ്രങ്ങളിലും CCTV-കൾ ക്രമീകരിച്ചിട്ടുണ്ട്, പോലീസ് സന്നാഹങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ എക്സൈസ് വകുപ്പിൻ്റെ മിന്നൽ പരിശോധന, നിലവിൽ ഏതായാലും എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ടാണ്, എക്സൈസ് വകുപ്പിൻ്റെ മിന്നൽ പരിശോധന ഓരോ ദിവസവും കർശനമാകുന്നുണ്ട്. നമ്മളും ലഹരിക്കെതിരായ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ഈ കടകളിലൊക്കെ തന്നെയും ലഹരി വിൽക്കുന്നതായി വലിയ രീതിയിലുള്ള വാർത്തകളും ഒപ്പം തന്നെ വിവരങ്ങളും ഈ എക്സൈസ് വകുപ്പിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ കടകളിലും കയറി തന്നെ മിന്നൽ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം ആറ്റുകാൽ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് നിന്നും 20 ഗ്രാം കഞ്ചാവുമായി ഒരാളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ ബൈക്കിൽ വിൽപ്പനയ്ക്കായി ഓരോരുത്തർക്കായി എത്തിക്കാനായി കൊണ്ടുവരുന്ന കഞ്ചാവാണെന്നാണ് എക്സൈസ് വകുപ്പ് പറയുകയും ചെയ്തത്. അങ്ങനെ പല കേന്ദ്രങ്ങളിലായി തന്നെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയും കർശനമായി നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും പരിശോധനകൾ കർശനമാകുന്നുണ്ട്. എല്ലാം സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. സുനിഷ, പൊതുവെ ചൂട് കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ? ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തജനങ്ങളോട് നമുക്ക് പറയാനുള്ളത് കയ്യിൽ കുടയൊക്കെ കരുതി വരണം. നല്ല ചൂടായിരിക്കും. പ്രത്യേകിച്ച് ഈ പൊങ്കാല നൈവേദ്യമൊക്കെ വരുന്ന സമയത്ത് ഉച്ചയോടുകൂടിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ചൂടായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും അരുൺ, ഈ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം വെച്ച് തന്നെ അടുത്ത 3 ദിവസം കൂടി ഇതേ രീതിയിൽ ചൂട് കൂടുന്നുള്ളതാണ്. പക്ഷേ ഒരുപക്ഷെ തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആശ്വാസം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആറ്റുകാൽ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10:15 കൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനുശേഷം തന്നെ ഈ കാലാവസ്ഥാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശപ്രകാരം ഈ 10 മുതൽ 3 മണി വരെയുള്ള വെയിൽ കൊള്ളരുത് എന്നതാണ്. പക്ഷേ ഈ സമയത്താണ് പൊങ്കാലയുടെ ഈ ഉത്സവം തന്നെ, ഈ പൊങ്കാല മഹോത്സവം തന്നെ വലിയ രീതിയിലേക്ക് കൊണ്ടാടുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഈ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. അരുൺ പറഞ്ഞതുപോലെ കുടയെടുക്കാൻ മറക്കരുത്, കാരണം അല്ലെങ്കിൽ തൊപ്പി വെക്കുകയെങ്കിലും ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട് അരുൺ. ഓക്കെ, താങ്ക് യു. സുനിഷ ഏലൂരാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ പൊങ്കാലയിടാൻ വരുന്ന ഭക്തജനങ്ങളുടെ വീട്ടമ്മമാരുടെയൊക്കെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നല്ല ചൂടാണ് തിരുവനന്തപുരത്ത്, 3 ദിവസം കൂടി താപനില ഉയർന്നു തന്നെ നിൽക്കും. കയ്യിൽ കുടയെടുക്കാൻ മറക്കരുത്. നല്ല ചൂടിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുമായിട്ടൊക്കെ വരണം. തൊപ്പിയൊക്കെ കരുതി നിങ്ങൾ വരുമ്പോൾ പരമാവധി തണലുള്ള ഇടങ്ങളിൽ മാത്രം നിങ്ങൾ നിൽക്കാൻ ശ്രദ്ധിക്കുക.